ടൈം ട്രാവൽ ചെയ്യുവാനായിട്ട് നമുക്കൊരവസരം കിട്ടിയെന്ന് വെറുതെ വിചാരിക്കുക. അങ്ങനെയെങ്കിൽ നമ്മളിപ്പോൾ പോകേണ്ടത് ഏകദേശം 500 വർഷം പിന്നിലേക്കാണ്. അതും കലാപകലുഷിതമായിട്ടുള്ള ഒരു യുദ്ധഭൂമിയുടെ നടുവിലേക്ക്. ഇപ്പോൾ നമുക്ക് ചുറ്റും സ്പാനിഷുകാരും അമേരിക്കൻ ഗോത്രവർഗമായിട്ടുള്ള മാപൂച്ചെ ഗോത്രവും തമ്മിൽ പരസ്പരം പോരടിക്കുന്ന ഞെട്ടിക്കുന്ന കാഴ്ചയാണ്. ഈ കാഴ്ച നമ്മുടെ ഹൃദയമിടിപ്പ് വർദ്ധിപ്പിക്കുന്നു. ചുറ്റും നിലവിളികളും വെടിയൊച്ചയും ഉയരുന്നു. കാലടിയിലെ ഭൂമി പോലും പ്രകമ്പനം കൊള്ളുന്നു. സ്പാനിഷ് കുതിരപ്പടയാളികൾ പുകമഞ്ഞിനിടയിലൂടെ കുതിച്ചു വരുന്നത് കാണാം. അവരുടെ ഉരുക്കു പടച്ചട്ടകൾ വെയിലേറ്റ് തീപ്പൊരി പോലെ തിളങ്ങുന്നു. വെടിമരുന്നിൻ്റെ തീക്ഷ്ണഗന്ധം നമ്മുടെ മൂക്കിനെ നോവിക്കുന്നു. എങ്ങോട്ട് തിരിഞ്ഞാലും ആക്രമണം മാത്രമാണ് കാണുവാൻ കഴിയുക. അമ്പുകൾ വായുവിൽ മൂളിക്കൊണ്ട് പറക്കുന്നു. വാളുകൾ പരസ്പരം ഏറ്റുമുട്ടുന്നു. ഇരുപക്ഷത്തുമുള്ള യോദ്ധാക്കൾ ചോര ചീറ്റിക്കൊണ്ട് നിലത്തേക്ക് വീഴുന്നു. നിലവിളികളും ആക്രോശവുമാണ് എങ്ങും, എല്ലായിടത്തും. അപ്പോഴാണ് നമ്മുടെ ശ്രദ്ധയിൽ ഒരു രൂപം പ്രത്യക്ഷപ്പെടുന്നത്. ഒരു മാപൂച്ചെ വാര്യർ ആയിരുന്നു അവൻ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ 500 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഒരു എക്സ്മാൻ. അതെ, അയാൾ ഒരു സാധാരണ യോദ്ധാവല്ലായിരുന്നു. അവൻ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന മധ്യഭാഗത്തേക്ക് ഒരു പിശാചിനെ പോലെ കുതിച്ചു വന്നു. അവൻ്റെ ശരീരം മാസകലം എതിരാളികളുടെ ചോരയാണ്. മാർവൽ കോമിക്സിൽ നിന്നും നേരിട്ടിറങ്ങി വന്നതുപോലെയാണ് അവൻ കാണപ്പെട്ടത്. അയാളുടെ 2 കൈയിലും കൈപ്പത്തികളില്ലായിരുന്നു. കാരണം മണിബന്ധത്തിന് മുകളിൽ വെച്ചത് ആരോ മുറിച്ചു മാറ്റിയിരുന്നു. പകരം കൈകളുടെ സ്ഥാനത്ത് ദൃഢമായിട്ട് കെട്ടിയുറപ്പിച്ച 2 വാളുകളായിരുന്നു. അതായിരുന്നു അവൻ്റെ ആയുധം. അവൻ്റെ ഓരോ കൈ വീശലിലും മുൻപോട്ടുള്ള ഓരോ ചുവടുവയ്പിലും സ്പാനിഷുകാർ നിർദ്ദയമായിട്ട് അരിഞ്ഞു വീഴപ്പെടുന്നു. നഷ്ടപ്പെടുവാനായിട്ട് ഒന്നുമില്ലാത്തവനെ പോലെയായിരുന്നു അവൻ്റെ പോരാട്ടം. അവന് ചുറ്റുമുള്ള മറ്റു മാപൂച്ചെ യോദ്ധാക്കളും അതേ തീവ്രതയോടെ പോരാടുന്നു. തങ്ങളുടെ ഭൂമിയെക്കുറിച്ചുള്ള അറിവ് ഫലപ്രദമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് അവർ ശത്രുവിനെ ചെറുക്കുന്നു. പക്ഷേ അപ്പോഴും നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നത് കൈയുടെ സ്ഥാനത്ത് വാളുകൾ കെട്ടിയുറപ്പിച്ച ഈ റിയൽ എക്സ്മാൻ ആണ്. ഒറ്റ കാഴ്ചയിൽ തന്നെ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും: അയാളുടെ പോരാട്ടം വെറുതെയല്ല എന്ന്. അവന് എന്തൊക്കെയോ ഈ ലോകത്തോട് വിളിച്ചു പറയുവാനുണ്ട് എന്ന്. എത്ര വലിയ സൈന്യമോ ക്രൂരതയോ ആയുധമോ ഉണ്ടെങ്കിലും ഒരു മനുഷ്യൻ്റെ ആത്മവീര്യത്തെ ആർക്കും തകർക്കുവാനായിട്ട് ഒന്നിനും കഴിയില്ല എന്ന്. ധീരന് മരണം ഒരിക്കൽ മാത്രമേ ഉള്ളൂവെന്ന്. ഡാർക്ക് ഹിസ്റ്ററീസിലെ 33-ാം എപ്പിസോഡിൽ നിങ്ങളെ 2 വാളുകളും നീട്ടി സ്വാഗതം ചെയ്യുന്നത് സാക്ഷാൽ ഗാൽവർണയോ ആണ്. അല്ലെങ്കിൽ അയാളുടെ പ്രചോദനാത്മകമായിട്ടുള്ള ഇതിഹാസ തുല്യമായിട്ടുള്ള കഥയാണ്. തൻ്റെ വേദനയെ, തൻ്റെ അംഗവൈകല്യത്തെ ഒരു ശക്തിയാക്കി മാറ്റുകയും ഒരു ജനതയ്ക്ക് പ്രതിരോധത്തിൻ്റെ പാഠം പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്ത് അനശ്വരനായിട്ട് മാറിയ, ഇന്നും പാഠപുസ്തകങ്ങളിൽ കുട്ടികൾ പഠിക്കുന്ന ഒരു പോരാളിയുടെ കഥ. ടൈം ട്രാവൽ ചെയ്തത് ഇനി മതിയാക്കാം. നേരെ കഥയിലേക്ക് പോവാം. ആയിരത്തി 500കളുടെ തുടക്കത്തിൽ തെക്കൻ ചിലിയിലെ പ്രകൃതി ഇടതിങ്ങിയ വനങ്ങളും വളഞ്ഞൊഴുകുന്ന നദികളും മഞ്ഞ് മൂടിയ മലകളും നിറഞ്ഞതായിരുന്നു. അവിടെയുള്ളൊരു ഗോത്ര ജനത ആയിരുന്നു മാപൂച്ചകൾ. മാപൂച്ച ജനതയ്ക്ക് ഈ ഭൂമി മറ്റുള്ളവരെ പോലെ വെറുമൊരു നിലമല്ലായിരുന്നു. അതവരുടെ ആത്മാവിൻ്റെയും വിശ്വാസത്തിൻ്റെയും ജീവൻ്റെയും സ്വത്വബോധത്തിൻ്റെയും ഒക്കെ ഒരു ഭാഗമായിരുന്നു. ഇവർ കർഷകരും യോദ്ധാക്കളും അതോടൊപ്പം കലാകാരന്മാരുമായിട്ടുള്ളൊരു ജനതയാണ്. ചെറിയ ചെറിയ കൂട്ടമായിട്ട് സ്വയം പര്യാപ്തമായിട്ട് ജീവിച്ചു വരുന്നവർ. ഏകീകൃതമായിട്ടുള്ളൊരു നേതൃത്വം, അതായത് രാജാവ്, ചക്രവർത്തി, അങ്ങനെ തുടങ്ങിയ ഭരണ സംവിധാനങ്ങൾ ഇവർക്കില്ല. ഓരോ കൂട്ടവും അവർ ലോങ്കോ എന്ന് വിളിക്കുന്ന ഗോത്ര മൂപ്പൻ്റെ കീഴിലായിരുന്നു ജീവിച്ചത്. ഈ മൂപ്പന്മാർക്കും ഏകാധിപത്യ സ്വഭാവമില്ലായിരുന്നു. മുതിർന്നവരുമായിട്ടും യോദ്ധാക്കളുമായിട്ടും കൂടി ആലോചിച്ചാണ് ലോങ്കോകളും തീരുമാനങ്ങൾ എടുക്കാറ്. ഇങ്ങനെയുള്ള ലളിതമായിട്ടുള്ള സ്വയം ഭരണത്തിന് ചില നല്ല ഗുണങ്ങളും അതോടൊപ്പം ദോഷവശങ്ങളുമുണ്ട്. ഒരു ഗോത്രത്തിൻ്റെ കാര്യമെടുത്താൽ അവർക്കുള്ളിൽ പരസ്പരം വലിയ സ്നേഹവും ഐക്യവും ഉണ്ടായിരിക്കും. പക്ഷേ മറ്റു ഗോത്രങ്ങളുമായിട്ട് എപ്പോഴും അങ്ങനെ ആകണമെന്നില്ല. ഇതുമൂലം ഒരു സഖ്യശക്തി ആകുവാനായിട്ട് അവർക്ക് ഒരിക്കലും കഴിയില്ല. ഓരോ ഗോത്രവും അവരവരുടെ കാര്യം നോക്കി ജീവിച്ചു പോകും, അത്രമാത്രം. സ്പാനിഷുകാർ പിൽക്കാലത്ത് കീഴടക്കുവാൻ ശ്രമിച്ച അനേകം ജനതകളിൽ ഒന്നായിരുന്നു ഇവരും. പക്ഷേ അതത്ര എളുപ്പമായിരുന്നില്ല. മാപൂച്ചെ ഗോത്രങ്ങൾ സ്വന്തം ജീവനേക്കാളും ഉപരിയായിട്ട് അവരുടെ സ്വാതന്ത്ര്യത്തിനാണ് വില മതിച്ചത്. പക്ഷെ മറ്റുള്ളവരെ പോലെ ആ സ്വാതന്ത്ര്യം നേടിയെടുക്കുവാനായിട്ട് ഇവർക്കും അത്ര എളുപ്പമായിരുന്നില്ല. കാരണം ചിലിയുടെ വടക്കുള്ള ഇൻകാ സാമ്രാജ്യം ഒറ്റ ഭരണാധികാരിയുടെ കീഴിൽ സംഘടിതമായിരുന്നു. എന്നിട്ട് പോലും യൂറോപ്യന്മാരുടെ മുൻപിൽ അവർ വീണുപോയി. അപ്പോൾ മാപൂച്ചകളുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. ഒരാളിൽ മാത്രമായിട്ട് കേന്ദ്രീകൃതമായ അധികാരത്തിൽ താല്പര്യമില്ലാത്ത ഈ ഗോത്രങ്ങൾ അവരുടെ വീടുകളും പരിപാലിച്ച് അവരുടെ തനതായിട്ടുള്ള ജീവിത രീതിയും ആചാരങ്ങളും നിലനിർത്തി സുഖമായിട്ട് ജീവിച്ചു വന്നു. അവർ ഗോത്ര സാഹോദര്യത്തിൽ വിശ്വസിച്ചു. ഭൂമിക്കും ഭൂമിയിൽ നാം വിടുന്ന സകലതിനും ആത്മാവുണ്ടെന്ന് വിചാരിച്ചു.
അതിനെ ബഹുമാനിച്ചു, പരിപാലിച്ചു. മാപ്പുച്ചകൾ പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കുന്നവരായിരുന്നു. അവർ മക്കച്ചോളം, ഉരുളക്കിഴങ്ങ് തുടങ്ങിയ വിളകൾ കൃഷി ചെയ്തു. ലമ്മകളെ ഇറച്ചിക്കും പാലിനും വേണ്ടിയിട്ട് വളർത്തി. എന്നാൽ സമൃദ്ധവും സന്തോഷവും നിറഞ്ഞ ആ ഗോത്ര സംസ്കാരത്തിൻ്റെ നല്ല നാളുകൾ വൈകാതെ അവസാനിക്കുവാനായിട്ട് പോവുകയാണെന്ന് അവർക്കറിയില്ലായിരുന്നു. അതുണ്ടായത് 1541 പെട്രോ ഡി വാൾഡിവിയയുടെ കീഴിൽ സ്പാനിഷ് സേനകൾ ഇവിടേക്ക് എത്തിയപ്പോൾ മുതലാണ്. സ്പാനിഷുകാർ അവിടേക്ക് വന്നത് സമാധാനവും കൊണ്ടായിരുന്നില്ല. അവർക്ക് അവരുടെ ഭൂമിയും അവിടെയുള്ള അധികാരവും സ്വർണവും അതുപോലെ മറ്റു പലതും വേണമായിരുന്നു. അവരുടെ വിചാരം പ്രാകൃതമായ ഈ സംസ്കാരത്തെ തങ്ങൾ നാഗരികതയിലേക്ക് ഉയർത്തുകയായിരുന്നു എന്നാണ്. തങ്ങളുടെ നേട്ടത്തിന് വേണ്ടിയിട്ട് അവർ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചു. നവീനമായിട്ടുള്ള ആയുധങ്ങൾ, കുതിരകൾ, ക്രൂരമായിട്ടുള്ള യുദ്ധതന്ത്രങ്ങൾ, അങ്ങനെ തുടങ്ങി സകലതും അവർ പ്രയോഗിച്ചു. അധിനിവേശത്തിൻ്റെ ആദ്യപടിയായിട്ട് സാന്റിയാഗോ എന്നും പിന്നീട് കൺസെപ്ഷൻ എന്നും പേരിട്ട പുതിയ 2 സെറ്റിൽമെൻറ്റുകൾ അവിടെ സ്ഥാപിച്ചു. ഇതെല്ലാം സ്ഥാപിച്ചത് മാപ്പൂച്ചെ ജനത തലമുറകളായിട്ട് താമസിച്ചു വന്ന ഭൂമിയിലായിരുന്നു. അതിനുശേഷം അവരവിടെ അവകാശവാദം ഉന്നയിച്ചു. മാപ്പൂച്ചെ ജനതയെ സംബന്ധിച്ച് അവർ സ്പാനിഷുകാരെ ഇതിനു മുൻപ് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഭീഷണിയെ എങ്ങനെ നേരിടണമെന്നും അവർക്ക് മനസ്സിലായില്ല. ഇത്രയും കാലം വരെ അവർ നേരിട്ട ഭീഷണി അയൽഗോത്രങ്ങളുമായിട്ടുള്ള പ്രാദേശിക കലാപങ്ങൾ മാത്രമായിരുന്നു. ഒടുവിൽ ഒരു കൂട്ടർ പിന്മാറുകയോ സമാധാനം പുനഃസ്ഥാപിക്കുകയോ ചെയ്യും. അങ്ങനെയാണ് അവരുടെ യുദ്ധങ്ങൾ അവസാനിച്ചത്. എന്നാൽ സ്പാനിഷുകാർ അങ്ങനെ ആയിരുന്നില്ല. അവർ എൻഗോമിയണ്ട സമ്പ്രദായം, അതായത് ആദിവാസി അടിമത്ത വ്യവസ്ഥ സ്ഥാപിച്ചു. അതിന് കീഴിൽ കീഴടക്കിയ തദ്ദേശവാസികളെ അടിമകളാക്കി. എന്നിട്ട് അവരോട് സ്വർണം ഖനനം ചെയ്യുവാനും മണ്ണിൽ ജോലി ചെയ്യുവാനും ആജ്ഞാപിച്ചു. പല ഗോത്രങ്ങളും ഇതിനെതിരായിട്ട് പ്രതിരോധിച്ചു. എന്നാൽ ക്രൂരമായിട്ടുള്ള അടിച്ചമർത്തലാണ് അവർ നേരിട്ടത്. പലപ്പോഴും ഇത്തരം ശിക്ഷാരീതികൾ പൊതുജനങ്ങൾക്ക് മുൻപിൽ വെച്ചാണ് നടത്തപ്പെട്ടത്. പക്ഷേ മാപ്പൂച്ചെ ജനത ഇതുകൊണ്ടൊന്നും ഭയപ്പെട്ടില്ല. സ്പാനിഷുകാർ അവരുടെ പ്രദേശത്തിൻ്റെ ഉള്ളിലേക്ക് അധിനിവേശം നടത്തുവാൻ ശ്രമിച്ചപ്പോഴെല്ലാം അതിശക്തമായിട്ടുള്ള ആക്രമണം അവർ അഴിച്ചുവിട്ടു. എന്നാൽ ഇന്നുവരെ കാണാത്ത യുദ്ധതന്ത്രങ്ങളും ആയുധങ്ങളുമായിരുന്നു അവിടെ അവരെ കാത്തിരുന്നത്. നേരിട്ടുള്ള യുദ്ധത്തിൽ കുതിരകളും ഉരുക്കുകൊണ്ട് നിർമ്മിച്ച വാളുകളും കൈവശമുള്ള സ്പാനിഷുകാരെ കീഴടക്കുവാനായിട്ട് കഴിയില്ല എന്ന് ഇവർ വേഗത്തിൽ മനസ്സിലാക്കി. അങ്ങനെയാണ് മാപ്പുച്ചെ ഗറില്ല യുദ്ധമുറകളിലേക്ക് തിരിഞ്ഞത്. അവർ വനങ്ങളുടെ ആനുകൂല്യം മുതലെടുത്ത് മറഞ്ഞിരുന്ന് സ്പെയിൻകാരെ ആക്രമിച്ചു. സ്വന്തം പ്രദേശത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവ് ഉപയോഗിച്ച് ഭാരമേറിയ പടച്ചട്ടയും ധരിച്ച് ആയുധധാരികളായിട്ട് കാട് കയറുന്ന ശത്രുക്കളെ ഒന്നൊന്നായിട്ട് അവർ കൊലപ്പെടുത്തി. അനുദിനം വർദ്ധിച്ചു വരുന്ന ഇത്തരം സംഘർഷത്തിനിടയിലാണ് ഗാൽവെർണോ ജനിച്ചതും പിന്നെ ഒരു യുവാവായിട്ട് മാറിയതും. തൻ്റെ ഗോത്രത്തിൻ്റെ ചെറുത്തുനിൽപ്പിൻ്റെ കഥകൾ കേട്ടാണ് അവൻ്റെ ബാല്യം കടന്നുപോയത്. മാപ്പൂച്ചെ യോദ്ധാക്കൾ സ്പാനിഷ് സൈന്യനിരകളെ വനത്തിൻ്റെ വന്യതയിൽ പതിയിരുന്ന് ആക്രമിച്ചതും രാത്രിയിൽ പതുങ്ങിയെത്തി അവരുടെ കോട്ടകൾക്ക് തീയിട്ടതും അവർ കീഴടങ്ങിയ തങ്ങളുടെ യോദ്ധാക്കളോട് മുട്ടുകുത്തുവാനായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ അവർ വിസമ്മതിച്ചതും അങ്ങനെ തുടങ്ങിയ നിരവധി കഥകൾ. എന്നാൽ ഈ കഥകൾ അവരുടെ ഭൂതകാല പ്രശ്നങ്ങളായിരുന്നില്ല. വർത്തമാനകാലത്തെയും ഭാവി കാലത്തെയും ബാധിക്കുന്ന ഒന്നുകൂടിയായിരുന്നു. സ്പാനിഷുകാരുടെ ഭീഷണിയും ആക്രമണവും ഇപ്പോഴുമുണ്ട്. തൻ്റെ ഗോത്രത്തിൻ്റെ വീരകഥകൾ അവന് വലിയ പാഠങ്ങളാണ് പഠിപ്പിച്ചു കൊടുത്തത്. ഭാവിയിൽ ഇതേ അവസ്ഥയിലൂടെ താനും കടന്നു പോകും. സ്വാതന്ത്ര്യം വേണമെങ്കിൽ ജീവനോടെ ഇരിക്കണം. ശത്രുവിനെ തോൽപ്പിക്കണമെങ്കിൽ ശക്തിയും തന്ത്രങ്ങളും മാത്രം മതിയാകില്ല. അതിന് സഹനശക്തിയും വിജയിക്കുമെന്നുള്ള അചഞ്ചലമായിട്ടുള്ള വിശ്വാസവും പ്രതീക്ഷയും ആവശ്യമാണ്. സ്പാനിഷുകാർ നേരിട്ടതിൽ വെച്ച് ഏറ്റവും ദീർഘവും അതിശക്തവുമായിട്ടുള്ള പ്രതിരോധമായിരുന്നു മാപ്പൂച്ചകൾ അവർക്കെതിരെ ഉയർത്തിയത്. സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ആ പോരാട്ടം കോളനി വൽക്കരണ ചരിത്രത്തിലെ ഏറ്റവും നീണ്ട ഒന്നായിട്ട് മാറി. സ്പെയിൻകാരെ പോലെ മാപ്പൂച്ച ജനതയ്ക്ക് സ്വർണമോ യുദ്ധവിജയമോ അങ്ങനെ തുടങ്ങി ഒന്നും ആവശ്യമില്ലായിരുന്നു. അവർ ചില വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിനു വേണ്ടിയാണ് പോരാടിയത്. തങ്ങളുടെ മണ്ണിൽ ജീവിക്കുവാനുള്ള അവകാശത്തിനു വേണ്ടി, സ്വാതന്ത്ര്യത്തിനു വേണ്ടി, തങ്ങളുടെ വിശ്വാസങ്ങൾ കാത്തു സംരക്ഷിക്കുവാനുള്ള അവകാശത്തിനു വേണ്ടി, അങ്ങനെ മറ്റു പലതിനും. 1550കളുടെ മധ്യത്തിൽ സ്പാനിഷുകാരും മാപ്പുച്ച ജനതയും തമ്മിലുള്ള ഇടവിട്ടുള്ള പോരാട്ടങ്ങൾ ഒരു തുറന്ന യുദ്ധമായിട്ട് മാറി. അതാണ് പ്രശസ്തമായിട്ടുള്ള ഔറാക്ക വാർ. ചിലിയിലെ ഔറാക്കൻ പർവ്വതനിരയിൽ വെച്ചാണ് ഈ പോരാട്ടം തുടങ്ങി വെച്ചത്. പിന്നെ അത് 300 വർഷമാണ് നീണ്ടുപോയത്. അതുകൊണ്ടാണ് പിന്നീട് ഇതിനെ ഔറാക്കൻ വാർ എന്ന് വിളിച്ചത്. ഈ പോരാട്ടത്തിന് അധിനിവേശത്തിന്റെ കഥ മാത്രമല്ല പറയുവാനായിട്ടുണ്ടായിരുന്നത്. ഇത് 2 ലോകവീക്ഷണങ്ങൾ തമ്മിലുള്ള സംഘട്ടനമായിരുന്നു. സ്പാനിഷുകാർ തങ്ങളെ ദൈവം നിയോഗിച്ച വിജയികളായിട്ട് സ്വയം കരുതി. മാപ്പുച്ച ജനതയാകട്ടെ അവർ തങ്ങളെ തങ്ങളുടെ വീടുകളെയും കുടുംബങ്ങളെയും പവിത്രമായിട്ടുള്ള പാരമ്പര്യങ്ങളെയും സംസ്കാരത്തിനെയും സംരക്ഷിക്കുന്ന പോരാളികളായിട്ട് കണ്ടു. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് ചെറിയൊരു പോരാട്ടമല്ല, ഏറ്റവും അധികം സ്പെയിൻകാർ കൊല്ലപ്പെട്ട ഒരു യുദ്ധത്തിൻ്റെ കഥ കൂടിയാണ്. ഇതിനിടയിൽ ഇരുപക്ഷത്തുമുള്ള പോരാളികൾ സ്ത്രീകളെ പരസ്പരം തട്ടിക്കൊണ്ടുപോയിട്ട് മാനഭംഗം ചെയ്യുകയും കൂട്ടക്കൊലകളും ചെയ്തിരുന്നു.
മാപ്പുച്ചെ വാറിനെ കുറിച്ച് വിശദമായിട്ട് പറയണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 4 മണിക്കൂർ വേണ്ടിവരും. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് കാലത്തിന് മുൻപ് ജനിച്ച എക്സ്മാനായ ഗാൽവർണോയുടെ കഥയാണ്. അതുകൊണ്ട് അതിലേക്ക് മാത്രം പോവാം. 1557 ഗാർസിയ ഹുറോഡോ ഡി മെൻഡോസ എന്ന ഉദ്യോഗസ്ഥൻ ചിലിയിൽ പുതിയ ഗവർണറായിട്ട് സ്ഥാനമേറ്റത്. ഒരു വലിയ ഉത്തരവാദിത്വമായിരുന്നു അദ്ദേഹത്തെ അവിടെ കാത്തിരുന്നത്. കഴിഞ്ഞ ഒരു ദശാബ്ദത്തിലേറെയായിട്ട് സ്പാനിഷ് കോളനിവൽക്കരണത്തെ വെല്ലുവിളിച്ച മാപ്പൂച്ചിയൻ പ്രതിരോധം. എന്തു വില കൊടുത്തും സ്പെയിനിനെ നാണം കെടുത്തിയ ആ പ്രതിരോധം തകർക്കുവാനായിട്ട് അദ്ദേഹം തീരുമാനിച്ചു. അന്ന് ഗാർസിയ ഹുറോഡോ മെൻഡോസ ഒരു യുവാവാണ്, ധാരാളം വിജയം കണ്ടവനുമാണ്. സ്പാനിഷ് കിരീടത്തിന് മുന്നിൽ തൻ്റെ കഴിവ് തെളിയിക്കുവാനുള്ള മറ്റൊരവസരമാണ് ഇതുമൂലം അദ്ദേഹത്തിന് കിട്ടിയതും. മാപ്പൂച്ച കലാപത്തെ അടിച്ചമർത്തുവാൻ തീരുമാനിച്ച മെൻഡോസ അവർ താമസിക്കുന്ന വനത്തിൻ്റെ ആഴങ്ങളിലേക്ക് സുസജ്ജമായിട്ടുള്ളൊരു പര്യവേഷണം സംഘടിപ്പിച്ചു. അതൊരു പര്യവേഷണം മാത്രമായിരുന്നില്ല, ഒരു പടപ്പുറപ്പാട് കൂടിയായിരുന്നു. ഉരുക്കു പടച്ചട്ടകൾ, ക്രോസ് ബോകൾ, തോക്കുകൾ, യുദ്ധ നൈപുണ്യമുള്ള കുതിരകൾ, അങ്ങനെ തുടങ്ങി ആ ഗോത്ര ജനത ഇതിനു മുൻപ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത യുദ്ധ ഉപകരണങ്ങളും വഹിച്ചുകൊണ്ടാണ് ഈ പടയാളികൾ കാട് കയറിയത്. ഈ ആയുധങ്ങൾ മെൻഡോസയുടെ സേനയ്ക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകിയത്. പക്ഷേ ആ ആത്മവിശ്വാസം മാത്രം പോരായിരുന്നു അവർക്ക് ഈ പോരാട്ടം വിജയിക്കുവാൻ. തെക്കൻ ചിലിയിലെ ഇടതിങ്ങിയ വനങ്ങളെക്കുറിച്ചും കുത്തി ഒഴുകുന്ന ശക്തമായിട്ടുള്ള നദികളെക്കുറിച്ചും അവർക്ക് യാതൊരു ധാരണയുമില്ലായിരുന്നു. അതുവഴിക്ക് സുസജ്ജമായിട്ടുള്ളൊരു സേനയ്ക്ക് മാർച്ച് ചെയ്തു പോകുവാൻ വലിയ പ്രയാസമാണെന്നും അവർക്ക് അറിയില്ലായിരുന്നു. ഇവിടെയാണ് മാപ്പൂച്ചെ ഗോത്രത്തിന് മുൻതൂക്കം കിട്ടിയത്. തങ്ങളുടെ ഭൂമിയെക്കുറിച്ചുള്ള സമഗ്രമായിട്ടുള്ള അറിവ് അവർക്ക് വലിയ നേട്ടം നൽകി. ഇടതിങ്ങിയ വനങ്ങളിലേക്ക് കടന്നതും സ്പാനിഷുകാർക്ക് അവരുടെ ആയുധങ്ങൾ പലപ്പോഴും ഉപയോഗിക്കുവാൻ കഴിയാത്ത അവസ്ഥ വന്നു. അതേ സമയത്ത് ഒളിപ്പോരാളികളായ മാപ്പൂച്ചകൾ സമയാസമയത്ത് ആക്രമണം അഴിച്ചുവിട്ട് വലിയ ആൾനാശം വിതച്ചു. അങ്ങനെ ഒരു പോരാട്ടം ലഗുനിയാസ് എന്ന പ്രദേശത്ത് വെച്ച് നടന്നു. അവിടെ ഒരു ചതുപ്പ് പ്രദേശമുണ്ട്. അവിടെയാണ് മാപ്പൂച്ചകൾ തങ്ങളുടെ ഒരു പ്രതിരോധ നിരയെ തയ്യാറാക്കി നിർത്തിയത്. അപ്പോഴേക്കും യുവാവായിട്ട് മാറിയ പരിചയസമ്പന്നനായ യോദ്ധാവായ ഗാൽവർണോയും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അവരുടെ ഗോത്രം ഏറ്റവും അധികം ബഹുമാനിക്കുന്നവനും മാപ്പൂച്ച ജനറലുമായ കൗലിക്കനായിരുന്നു ആ സൈന്യത്തെ നയിച്ചത്. നേരിട്ടുള്ള യുദ്ധത്തിൽ, അതും തുറസായിട്ടുള്ള സ്ഥലത്ത് വെച്ച് സ്പാനിഷുകാരെ ഒരു കാരണവശാലും തോൽപ്പിക്കുവാനായിട്ട് കഴിയില്ല എന്ന് അയാൾക്കും അറിയാം. അതുകൊണ്ട് കൗലിക്കൻ ഗറില്ല യുദ്ധതന്ത്രമാണ് ഇവിടെ സ്വീകരിച്ചത്. പതിയിരുന്ന അപ്രതീക്ഷിതമായിട്ടുള്ള ആക്രമണം അഴിച്ചുവിട്ട് അതിവേഗത്തിൽ വനത്തിന്റെ സുരക്ഷയിലേക്ക് പിന്മാറുക. പെട്ടെന്നുണ്ടായ ആഘാതത്തിൽ അവർ സമനില വീണ്ടെടുത്ത് ഒന്നിച്ചു കൂടും മുൻപ് അടുത്ത ആക്രമണം അഴിച്ചുവിടുക. അങ്ങനെ മാനസികമായിട്ട് അവരെ തകർത്ത് പുകച്ച് പുറത്ത് ചാടിക്കുക. ഇതായിരുന്നു അവരുടെ യുദ്ധതന്ത്രം. അങ്ങനെ ആ ചതുപ്പിൽ വെച്ച് പോരാട്ടം തുടങ്ങി. മാപ്പൂച്ച ജനത അവരുടെ കൈവശമുള്ള പ്രാകൃതമായിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് വന്യമായിട്ട് പൊരുതി. ഗാൽവർണോ സഹയോദ്ധാക്കൾക്കൊപ്പം കുന്തവും തടിയും തോലും കൊണ്ട് നിർമ്മിച്ച പടച്ചട്ടയും ധരിച്ച് ആക്രമണം അഴിച്ചുവിട്ടു. ശക്തമായിട്ടുള്ള പോരാട്ടമാണ് അവിടെ നടന്നത്. സ്പാനിഷുകാർ വിറച്ചുപോയി. തോക്കുകൾ വീണ്ടും വീണ്ടും നിറയ്ക്കുവാനായിട്ട് അവർ പ്രയാസപ്പെട്ടു. കാരണം അതിനുള്ള സമയം അവർക്ക് കിട്ടിയിരുന്നില്ല. മരങ്ങൾ കാരണം കുതിരപ്പടയ്ക്ക് മുന്നോട്ട് ക്രമാനുഗതമായിട്ട് നീങ്ങുവാനും കഴിഞ്ഞില്ല. ഒരു നിമിഷം മാപ്പൂച്ച ജനത ആ പോരാട്ടത്തിൽ ജയിക്കുമെന്ന് വരെ അവർക്ക് തോന്നി. പക്ഷേ യൂറോപ്യൻ യുദ്ധതന്ത്രങ്ങളിൽ നല്ല പരിശീലനം കിട്ടിയിട്ടുള്ള ആ സ്പാനിഷുകാർ വളരെ വേഗത്തിൽ തങ്ങൾക്ക് എതിര് നിൽക്കുന്ന പ്രകൃതിയുമായിട്ട് പൊരുത്തപ്പെട്ടു. അവർ കുതിരപ്പടയും തോക്കും ഉപേക്ഷിച്ച് വാളുകളും കുന്തകളും എടുത്ത് നിരനിരയായിട്ട് മുൻപോട്ട് നീങ്ങി. അവരുടെ ഉരുക്കു വാളുകൾ മാപ്പുച്ചയുടെ തടികൊണ്ട് നിർമ്മിച്ച പടച്ചട്ടകളെ തകർത്ത് കളഞ്ഞു. പരിചയസമ്പന്നരായിട്ടുള്ള കുതിരകൾ പിന്മാറുവാനായിട്ട് ശ്രമിച്ച മാപ്പൂച്ച യോദ്ധാക്കളെ പിന്തുടർന്ന് ആക്രമിച്ചു. അതോടെ ആ യുദ്ധത്തിൽ സ്പെയിൻകാർ വിജയിച്ചു. ഗാൽവർണോ ഉൾപ്പെടെയുള്ള ഡസൻ കണക്കിന് പോരാളികളെ ബന്ദികളായിട്ട് പിടികൂടി. പരാജയം അവർക്ക് സഹിക്കുവാനായിട്ട് കഴിയുന്നതിനും അപ്പുറമായിരുന്നു. എന്നാൽ അതിൻ്റെ പിന്നാലെ നടന്നതായിരുന്നു അതിലും ഭയാനകം. മാപ്പൂച്ച ജനതയ്ക്കൊരു സന്ദേശം അയക്കുവാനായിട്ട് മെൻഡോസ തീരുമാനിച്ചു. അതും ജീവനുള്ളൊരു സന്ദേശം. അതിനു വേണ്ടിയിട്ട് തടവിലാക്കപ്പെട്ട പോരാളികളെ അംഗഭംഗം വരുത്തുവാനായിട്ട് അയാൾ ഉത്തരവിട്ടു. അതിനായിട്ട് ഗാൽവർണോയും മറ്റുള്ളവരും അയാൾക്ക് മുൻപിൽ കൊണ്ടുവരപ്പെട്ടു. അവർ ഏകദേശം 50ഓളം പോരാളികൾ ഉണ്ടായിരുന്നു. സ്പാനിഷ് പടയാളികൾ ഓരോ യോദ്ധാവിൻ്റെ കൈപ്പത്തികൾ മണിബന്ധത്തിൻ്റെ മുകളിൽ വെച്ച് മുറിച്ചു മാറ്റി. ഒടുവിൽ ഗാൽവർണോയുടെ ഊഴം വന്നു. അവൻ ധീരമായിട്ട് തൻ്റെ വിധിയെ നേരിട്ടു. മറ്റുള്ളവരുടെ മുഖത്ത് കാണപ്പെട്ട ഭയമോ നിലവിളിയോ അവൻ കാണിച്ചില്ല. മെൻഡോസയുടെ കണ്ണുകളിലേക്ക് തന്നെ തീക്ഷ്ണമായിട്ട് നോക്കി. അവൻ്റെ കൈകൾ മുറിച്ചു മാറ്റപ്പെടുമ്പോഴും മുഖത്ത് ആ ധിക്കാരം കാണാമായിരുന്നു. അസഹനീയമായിട്ടുള്ള വേദന എടുക്കുമ്പോഴും അവൻ നിലവിളിച്ചില്ല. തൻ്റെ മുഖത്ത് കാണുന്ന ഭയവും വേദനയും ശത്രുക്കളെ ഉന്മത്തരാക്കുമെന്ന് അയാൾക്കറിയാമായിരുന്നു. എല്ലാം കഴിഞ്ഞ് മെൻഡോസ അവരെ മോചിപ്പിക്കുവാനായിട്ട് ഉത്തരവിട്ടു. അംഗഭംഗം വന്ന ഈ യോദ്ധാക്കൾ മാപ്പൂച്ച ജനതയ്ക്ക് ശക്തമായിട്ടുള്ളൊരു മുന്നറിയിപ്പായിരിക്കുമെന്ന് അയാൾ വിചാരിച്ചു. അങ്ങനെ ഗാൽവർണോയും കൂട്ടരും രക്തം വാർത്തുകൊണ്ട്
ശരീരവും മനസ്സും തകർന്ന നിലയിൽ അവരവരുടെ ഗോത്രങ്ങളിലേക്ക് മടങ്ങി പോവുകയാണ്. പക്ഷേ അവിടെയാണ് മെൻഡോസ മാപ്പൂച്ച ജനതയെ വിലക്കുറച്ച് കണ്ടത്. അവരുടെ പോരാട്ട വീര്യത്തെ തകർക്കുന്നതിനു പകരം അത് ഇരട്ടിയാക്കുവാനാണ് ഈ ക്രൂരത സഹായിച്ചത്. ഗാൽവർണോയുടെയും കൂട്ടരുടെയും അംഗഭംഗം അവർക്കൊരു ഓർമ്മപ്പെടുത്തലായിരുന്നു. സ്പാനിഷിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ എന്താണ് തങ്ങൾ വിലയായിട്ട് നൽകേണ്ടത് എന്ന ജീവിക്കുന്ന ഓർമ്മപ്പെടുത്തൽ. തങ്ങളുടെ സ്വാതന്ത്ര്യത്തിനും ഭൂമിക്കും സംസ്കാരത്തിനും വിലയായിട്ട് കൊടുക്കേണ്ടത് എന്താണെന്ന ഞെട്ടിക്കുന്ന ഒരു ഓർമ്മപ്പെടുത്തൽ. എന്നാൽ അംഗവിച്ഛേദം വന്ന മറ്റു പോരാളികളെ പോലെ ആയിരുന്നില്ല ഗാൽവർണോ. അവരെല്ലാവരും മാനസികമായിട്ടും ശാരീരികമായിട്ടും തകർന്നുപോയി. സഹനശക്തിക്ക് പേര് കേട്ടവരാണ് മാപ്പുച്ചകൾ. എന്നിട്ടും അവർ തകർന്നുപോയി. എന്നാൽ തൻ്റെ കഠിനമായിട്ടുള്ള വേദനയെ ഗാൽവർണോ ഒരു ആയുധമാക്കി മാറ്റി. ലോകത്താരും വിചാരിക്കാത്ത ഒന്നാണ് അയാൾ പിന്നീട് ചെയ്തത്. അവൻ്റെ മുഖത്ത് അന്ന് ആ ഗോത്രത്തിലുള്ളവർ കണ്ടത് ഒരു പരാജിതന്റെ ഭാവമായിരുന്നില്ല, പ്രതികാരത്തിൻ്റെ അണയാത്ത അഗ്നിയായിരുന്നു. ഏതൊരു മനുഷ്യനും അത്യാവശ്യമുള്ള ഒന്നാണ് കൈപ്പത്തികൾ, പ്രത്യേകിച്ചും ഒരു യോദ്ധാവിന്. അതാണ് ശത്രുക്കൾ അവനിൽ നിന്ന് മുറിച്ചു മാറ്റിയത്. ആ മുറിവുകൾ കരിയുവാനായിട്ട് ദീർഘനാളുകളെടുത്തു. അത്രയും കാലം അടിസ്ഥാനപരമായ കാര്യങ്ങൾ ചെയ്യുവാൻ പോലും അവന് മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വന്നു. ആ സമയത്തും ഗാൽവർണോയുടെ മനസ്സിൽ തിരികെ പോർക്കളത്തിലേക്ക് ഇറങ്ങണമെന്നും സ്പെയിൻകാരെ അരിഞ്ഞു വീഴ്ത്തണമെന്നുമുള്ള ചിന്തയല്ലാതെ മറ്റൊന്നുമില്ലായിരുന്നു. ആഹാരം കഴിക്കുവാൻ പോലും മറ്റൊരാളുടെ സഹായം വേണ്ട ഈ അവസ്ഥയിൽ യുദ്ധത്തിന് പോവുക എന്നത് ചിന്തിക്കുവാൻ കൂടി കഴിയില്ല. അതുകൊണ്ട് കാത്തിരിക്കുവാനും തൻ്റെ ഇപ്പോഴുള്ള അവസ്ഥയോട് പൊരുത്തപ്പെടുവാനും അവൻ തീരുമാനിച്ചു. പക്ഷെ അപ്പോഴും നിരാശ തന്നെ കീഴടക്കുവാനായിട്ട് അനുവദിച്ചില്ല. സ്പാനിഷുകാർക്ക് അവൻ്റെ കൈകൾ മാത്രമാണ് ഇല്ലാതാക്കുവാൻ കഴിഞ്ഞത്. എന്നാൽ ഇച്ഛാശക്തിയെ തുറുവാൻ പോലും കഴിഞ്ഞില്ല. ദിവസങ്ങൾ മുൻപോട്ട് പോകും തോറും ഗാൽവർണോ ശാരീരികമായിട്ടും മാനസികമായിട്ടും തന്നെ പുനർനിർമ്മിക്കുവാൻ തുടങ്ങി. അവൻ അവരുടെ ഗോത്രത്തിൻ്റെ പോരാട്ട വീര്യത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് മാറുകയായിരുന്നു. അവനെ നോക്കിയ ഓരോ യോദ്ധാക്കളും അവനിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടു. അതിനു വേണ്ടിയിട്ട് അവൻ ചെയ്ത കാര്യം ഇതാണ്. തൻ്റെ മുറിച്ചു മാറ്റിയ കൈത്തണ്ടയിൽ 2 വാളുകളെടുത്ത് ദൃഢമായിട്ട് കെട്ടി ഉറപ്പിച്ചു. തൻ്റെ വൈകല്യത്തെ ഒരു ആയുധമാക്കി മാറ്റി. ഈ ദൃശ്യം ഭയാനകവും അതോടൊപ്പം മറ്റുള്ളവർക്ക് പ്രചോദനാത്മകവുമായിരുന്നു. ഇതാ, പരാജയം അംഗീകരിക്കുവാൻ തയ്യാറാകാത്ത ഒരു മനുഷ്യൻ അവരുടെ ഇടയിലൂടെ നടക്കുന്നു. ആ വാളുകൾ വെറും ആയുധങ്ങൾ മാത്രമല്ല, അതൊരു പ്രസ്താവനയാണ്. ഗാൽവർണോ വീണ്ടും സ്പാനിഷുകാരുമായിട്ട് ഏറ്റുമുട്ടും. അവസാന ശ്വാസം വരെയും ആ പോരാട്ടം തുടരും. അവൻ്റെ ഈ പരിവർത്തനം അവനെ മാത്രമല്ല, ആ ജനതയ്ക്ക് തന്നെ ആവേശമായിട്ട് മാറി. അവൻ്റെ അംഗവൈകല്യം തങ്ങൾ സംരക്ഷിക്കേണ്ട സ്വത്വബോധത്തെ സദാസമയവും അവരെ ഓർമ്മിപ്പിച്ചു. ഗാൽവർണോയുടെ സാന്നിധ്യം മാപ്പുച്ച യോദ്ധാക്കളെ കൂടുതൽ ശക്തിയോടെ പോരാടുവാനും അതുപോലെ കഴിഞ്ഞ പോരാട്ടത്തിലെ അബദ്ധങ്ങൾ ആവർത്തിക്കാതെ ഇരിക്കുവാനും മരിക്കേണ്ടി വന്നാലും കീഴടങ്ങരുതേ എന്ന ദൃഢനിശ്ചയം എടുക്കുവാനും കാരണമായി. ഗാൽവർണോ ഇന്നുവരെയും പരിചയമില്ലാത്ത തൻ്റെ പുതിയ ആയുധങ്ങളുമായിട്ട് പോരാടുവാനായിട്ട് സ്വയം പരിശീലിച്ചപ്പോൾ മാപ്പുച്ച ഗോത്രം മറ്റൊരു സ്പാനിഷ് കലാപത്തിനു വേണ്ടിയിട്ട് തയ്യാറെടുത്തു. തങ്ങളുടെ യോദ്ധാക്കളുടെ വികൃതീകരണം മാപ്പുച്ച ജനതയ്ക്കിടയിൽ പ്രതികാരം ആളിക്കത്തിച്ചു. ഗാൽവർണോ ആ പ്രതികാരത്തിൻ്റെ മൂർത്തിഭാവമായിട്ട് അവർക്ക് മുൻപിൽ നിലകൊണ്ടു. അവൻ്റെ വാളുകൾ സൂര്യപ്രകാശത്തിൽ വെട്ടിത്തിളങ്ങി. താൻ വീണ്ടും പോരാടുമെന്ന് അവൻ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു. എന്നാൽ ഇതിനിടയിൽ വേറൊരു കാര്യം സംഭവിച്ചിരുന്നു. ഗാൽവർണയെ പോലെയുള്ള യോദ്ധാക്കൾ പോരാടുവാനായിട്ടുള്ളയിടത്തോളം സ്പാനിഷുകാർ ഒരിക്കലും ഈ യുദ്ധം വിജയിക്കില്ല. അതുകൊണ്ട് മാപ്പുച്ച ജനത അടുത്ത ഏറ്റുമുട്ടലിന് വേണ്ടി തയ്യാറാകുന്ന സമയത്ത് അവർ മറ്റൊരു നിശബ്ദ യുദ്ധം നടത്തി. രക്തം ചൊരിയാത്തൊരു പോരാട്ടം. അത് അവരുടെ സംസ്കാരത്തിനെതിരായിട്ട്, അവരുടെ സ്വത്വബോധത്തിനെതിരായിട്ടുള്ള പോരാട്ടമായിരുന്നു. ഇതിനെ തുടർന്നാണ് സ്പാനിഷുകാർ ചിലിയിൽ എൻഗോമിയണ്ട എന്ന സമ്പ്രദായം നടപ്പിലാക്കിയത്. ചിതറിക്കിടന്ന ഗോത്രവർഗ്ഗക്കാരെ കീഴടക്കി ഖനികളിലും വയലുകളിലും ദുഷ്കരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ജോലി ചെയ്യുവാനായിട്ട് അവരെ നിർബന്ധിച്ചു. ഇതിൽ ചില മാപ്പുച്ച ഗോത്രങ്ങളും ഉൾപ്പെടും. യഥാർത്ഥത്തിൽ ഇതവർക്ക് കിട്ടിയ മരണ വാറണ്ടായിരുന്നു എന്ന് പറയാം. അമിതമായിട്ടുള്ള ജോലിഭാരം അവരെ തളർത്തി. അനുസരണക്കേടിനുള്ള ശിക്ഷകൾ വളരെ വേഗത്തിലും ക്രൂരവുമായിരുന്നു. കുടുംബങ്ങളെ തമ്മിൽ വേർപിരിച്ചു. അങ്ങനെ അവരുടെ ഐക്യം നിസ്സാരമായിട്ടും ഇല്ലാതാക്കി. ഇതോടെ കൂട്ടമായിട്ട് ജീവിച്ചു വന്ന പല സമുദായങ്ങളുടെയും ഐക്യം ഉന്മൂലനം ചെയ്യപ്പെട്ടു. മാപ്പുച്ച ജനതയെ മനുഷ്യരായിട്ട് പോലും സ്പാനിഷുകാർ കണ്ടില്ല, മറിച്ച് സ്വത്ത് സമ്പാദിക്കുവാനുള്ള വെറും ഉപകരണങ്ങളായിട്ടാണ് കണ്ടത്. ഇതിനു തൊട്ടു പിന്നാലെ അവർ മാപ്പുച്ചയുടെ ആത്മീയ മേഖലയിലും കടന്നാക്രമണം നടത്തി. സ്പാനിഷുകാർ അവരുടെ ജീവിത രീതി നിലവാരവും ഉയർന്നതാണെന്നും അതുകൊണ്ട് അവരും അതുപോലെ ആകണമെന്നും നിർബന്ധിച്ചു. ജസ്യൂട്ട് സന്യാസിമാർ അവരെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് പരിവർത്തനം ചെയ്യുവാനായിട്ട് മുന്നിട്ടിറങ്ങി. അങ്ങനെ ചെയ്താൽ ഇനി വരുവാനുള്ള യുദ്ധവും രക്തച്ചൊരിച്ചിലും നിർത്തുവാനായിട്ട് കഴിയും. അതായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷെ അതും അത്ര എളുപ്പമായിരുന്നില്ല. മാപ്പുച്ച ജനത ബഹുഭാര്യ എന്ന ആശയത്തിൽ വിശ്വസിക്കുന്നവരാണ്. ഗോത്രങ്ങൾ തമ്മിലുള്ള അവരുടെ സൗഹൃദവും ഐക്യവും നിലനിർത്തുവാനായിട്ട് ഈ സമ്പ്രദായത്തിന് കഴിഞ്ഞിരുന്നു. എന്നാൽ മിഷനറിമാർ അത് പാടില്ല എന്നും ഏക ഭാര്യയെ ഒരുവന് പാടുള്ളൂ എന്നും നിർബന്ധം പിടിച്ചു.
അതവർ അംഗീകരിച്ചില്ല. അവർ പടയാളികൾക്കൊപ്പം കീഴടക്കിയ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിച്ചു. തദ്ദേശീയമായിട്ടുള്ള അവരുടെ ആചാരങ്ങളെ പാപമായിട്ടും പൈശാചികമായിട്ടും കണ്ടു. മാപൂച്ചെ ഗോത്രങ്ങളിലെ ഷാമന്മാർ, അതായത് പുരോഹിത മന്ത്രവാദികൾ, ഇവർ അവരുടെ സമൂഹത്തിൽ ആത്മീയവും ഭൗതികവുമായിട്ടുള്ള നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്നവരായിരുന്നു. അവരെ മന്ത്രവാദികളായിട്ടും പിശാചിൻ്റെ ഏജന്റുമാരായിട്ടും മുദ്രകുത്തി. പലരും ഇതേ തുടർന്ന് കൊല്ലപ്പെട്ടു. അവരുടെ പവിത്രമായിട്ടുള്ള ആചാരങ്ങൾ നിരോധിക്കപ്പെട്ടു. സാംസ്കാരികമായിട്ടുള്ള അധിനിവേശം ആ ജനതയെ ഒന്നാകെ വിഴുങ്ങുകയായിരുന്നു. പക്ഷേ മാപൂച്ചെ ജനത ഈ സാംസ്കാരിക ആക്രമണത്തിൽ നിന്നും ഭാഗികമായിട്ട് രക്ഷപ്പെട്ടു എന്ന് പറയേണ്ടതുണ്ട്. അവരിലെ ചില ഗോത്രങ്ങൾ ശിക്ഷയെ ഭയന്ന് ക്രിസ്ത്യാനിറ്റിയിലേക്ക് മനസ്സില്ലാ മനസ്സോടെ മാറിയെങ്കിലും പലരും വളരെ രഹസ്യമായിട്ട് പൂർവികമായിട്ടുള്ള ആചാരങ്ങൾ അനുഷ്ഠിച്ചു. അവരുടെ ആത്മീയ നേതാക്കൾ ഈ ഗോത്ര ആചാരങ്ങളും അറിവുകളും വളരെ രഹസ്യമായിട്ട് മാപ്പുദുങ്കൻ എന്നറിയപ്പെടുന്ന അവരുടെ ഗോത്രഭാഷ ഉപയോഗിച്ച് കൈമാറി. തങ്ങൾ ആരാണ് എന്ന സ്വത്വബോധം നിലനിർത്തുവാൻ ഇതവരെ സഹായിച്ചു. മാത്രവുമല്ല, സ്പാനിഷ് അധികാരികളിൽ നിന്നും വളരെ സമർത്ഥമായിട്ട് ഇക്കാര്യം മറച്ചു വയ്ക്കുവാനും ഇവർക്ക് സാധിച്ചു. ഒരു ജനതയെ ഭയപ്പെടുത്തി അടിമകളാക്കുവാൻ പൊതുസ്ഥലങ്ങളിൽ വെച്ച് എല്ലാവരും കാണുക ക്രൂരമായിട്ടുള്ള ശിക്ഷാരീതികൾ സ്പാനിഷുകാർ കൊടുക്കുമായിരുന്നു. ഗാൽവർണോയ്ക്കും കൂട്ടർക്കും ഉണ്ടായ അംഗവിച്ഛേദനവും ഇതിന്റെ ഭാഗമായിരുന്നു. ഇങ്ങനെയുള്ള ക്രൂരമായ ശിക്ഷകൾ അവരുടെ പ്രതിരോധത്തെ തടയുമെന്നാണ് സ്പാനിഷുകാർ കരുതിയത്. സത്യത്തിൽ അത് വിപരീത ഫലമാണ് ഉണ്ടാക്കിയത്. ഇത്തരത്തിലുള്ള ഓരോ ആക്രമണവും മാപൂച്ചെ ജനതയുടെ ഉള്ളിൽ അണയാത്ത പക ആളിക്കത്തിച്ചു. പോരാടുവാനുള്ള ദൃഢനിശ്ചയം കൂടുതലായിട്ട് ഊട്ടി ഉറപ്പിച്ചു. അവർ ഒരിക്കലും സ്പാനിഷുകാരെ അജയ്യരായിട്ടുള്ള വിജയികളായിട്ട് കണ്ടില്ല, മറിച്ച് നിഷ്ഠൂരന്മാരായ അടിച്ചമർത്തലുകാരായിട്ടാണ് കണ്ടത്. എന്നെങ്കിലും ഒരിക്കൽ തങ്ങൾക്ക് അവരെ അതിജീവിക്കുവാനും ഒടുവിൽ പരാജയപ്പെടുത്തുവാനും കഴിയുമെന്ന് ഇവർ ഉറച്ചു വിശ്വസിച്ചു. ഈ സാംസ്കാരിക അധിനിവേശം വിശ്വാസത്തിലും അടിമത്ത ജോലിയിലും മാത്രമായിട്ട് ഒതുങ്ങിയില്ല. സ്പാനിഷുകാർ അവരുടെ ഭാഷയും ഭരണക്രമവും സാമൂഹിക ഘടനകളും മാപൂച്ചെ ജനതയുടെ മേൽ അടിച്ചേൽപ്പിക്കുവാനായിട്ട് ശ്രമിച്ചു. അവർ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നു. സ്പാനിഷ് കിരീടത്തോട് കൂറുള്ളവരായിരിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു. എന്നാൽ അവർ പല ഗോത്രങ്ങളായതുകൊണ്ട് ഈ ദൗത്യം ഏതാണ്ട് അസാധ്യമായിരുന്നു. ഓരോ ഗോത്രവും അവരാൽ കഴിയും പോലെ പ്രതിരോധിച്ചു. അവരുടെ സ്വയംഭരണ സംവിധാനം ഉപേക്ഷിച്ച് ഏക ഭരണാധികാരിയുടെ കീഴിൽ ജീവിക്കുവാനായിട്ട് അവർക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. അപ്പോഴും കീഴടങ്ങുവാൻ വിസമ്മതിച്ചു നിൽക്കുന്ന ഏതാനും ഗോത്രങ്ങൾ സ്പാനിഷുകാർക്ക് വെല്ലുവിളി ഉയർത്തി വനത്തിൽ കഴിയുന്നുണ്ട്. മികച്ച ആയുധങ്ങളും യുദ്ധതന്ത്രങ്ങളും തങ്ങൾക്കുള്ളതുകൊണ്ട് വളരെ വേഗത്തിൽ വിജയം നേടാമെന്നാണ് അവർ വിചാരിച്ചത്. പക്ഷെ അതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയായി. അവരുടെ പ്രതിരോധം തുടർന്നു വരികയാണ്. ഒടുവിലാണ് ആ വിഖ്യാതമായിട്ടുള്ള പോരാട്ടത്തിന് കളമൊരുങ്ങിയത്. അതായിരുന്നു അരാക്കോ വാർ. സ്പാനിഷുകാർക്ക് എങ്ങനെ നോക്കിയാലും മേൽക്കോയ്മ ഉണ്ടായിരുന്നു. ഉയർന്ന സാങ്കേതിക വിദ്യ, അച്ചടക്കമുള്ള സൈന്യം, സംഘടിതമായിട്ട് യുദ്ധം ചെയ്തുള്ള പരിചയം. പക്ഷേ മാപൂച്ചെ ജനതയ്ക്ക് ഇതൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് വെറും ശക്തി കൊണ്ട് മാത്രം ഈ യുദ്ധം ജയിക്കുവാനായിട്ട് കഴിയില്ല എന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെയാണ് അവർ തങ്ങൾ അധിവസിക്കുന്ന പ്രകൃതിയെ ഒരു ആയുധമാക്കുവാനായിട്ട് തീരുമാനിച്ചത്. സ്പാനിഷുകാർ യൂറോപ്യൻ യുദ്ധതന്ത്രങ്ങളാണ് ഉപയോഗിച്ചത്. കൃത്യമായിട്ടുള്ള നിരയിൽ വിന്യസിച്ച കുതിരപ്പടയാളികളുടെ സഹായത്തോടെ തുറസായിട്ടുള്ള വയലുകളിലും സമതലങ്ങളിലും വെച്ച് അവർ ആക്രമണം അഴിച്ചുവിടും. ഇത് വിജയിച്ച ഒരു നീക്കമാണ്. ശത്രുനിരകളെ നിസ്സാരമായിട്ട് തകർക്കുവാനായിട്ട് ഇതുമൂലം സാധിച്ചു. തിരയൊഴിഞ്ഞ തോക്കുകൾ വീണ്ടും നിറയ്ക്കുവാനായിട്ട് സമയം എടുക്കുമെങ്കിലും അവരുടെ ആക്രമണത്തിന് മാരകമായിട്ടുള്ള കൃത്യത ഉണ്ടായിരുന്നു. ഇതിനു മുൻപ് കുതിരപ്പടയോ തോക്കുകളോ കണ്ടിട്ടില്ലാത്ത മാപൂച്ചെ ജനതയ്ക്ക് തുടക്കത്തിൽ ഈ പോരാട്ടം ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു. അവർക്ക് പിന്മാറാതെ വേറെ വഴിയില്ലായിരുന്നു. എന്നാൽ തുറസായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നും മാപൂച്ചെ പ്രദേശത്തിന്റെ ഉള്ളിലേക്ക് കയറും തോറും യുദ്ധത്തിന്റെ ഗതി മാറി. ഇടതിങ്ങിയ വനങ്ങളും കുത്തിയൊഴുകുന്ന നദികളും മലനിരകളും സ്പെയിൻകാരെ പെടാപാടുപെടുത്തി. അവരുടെ കുതിരകൾക്ക് ഇടതിങ്ങിയ അടിക്കാടുകളിലൂടെ സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. തോക്കുകൾ കൃത്യമായിട്ട് ഉപയോഗിച്ച് വീണ്ടും നിറയ്ക്കുവാനും വലിയ ബുദ്ധിമുട്ടാണ്. അതോടെ അവരുടെ നീക്കം മന്ദഗതിയിലായി. പലപ്പോഴും കുതിരപ്പുറത്തു നിന്നും ഇറങ്ങി കാൽനടയായിട്ട് സഞ്ചരിക്കേണ്ട സാഹചര്യം വന്നു. ഈ സാഹചര്യം മാപൂച്ചെ ശരിയായിട്ട് ഉപയോഗിച്ചു. അവരുടെ ഗെറില്ല യുദ്ധതന്ത്രങ്ങൾക്ക് മുൻപിൽ ഓരോരുത്തരായിട്ട് അടിപതറി. അതിനായിട്ട് മാപൂച്ചെ യോദ്ധാക്കൾ ഇടുങ്ങിയ വനപാതകളിലും ഇടതിങ്ങിയ വനത്തിലും പതിയിരിക്കും. സ്പെയിൻകാർ കടന്നു വരുമ്പോൾ പൊടുന്നനെ കുന്തങ്ങളും അമ്പുകളും ഉപയോഗിച്ച് ആക്രമിക്കും. തൊട്ടു പിന്നാലെ വനത്തിലേക്ക് പിന്മാറും. അപ്രതീക്ഷിതമായിട്ടുള്ള ഈ ആക്രമണങ്ങൾ അവരെ ഞെട്ടിച്ചു കളഞ്ഞു. കൃത്യമായിട്ട് തിരിച്ചടിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. മാപൂച്ചെ ജനത അവരുടെ ഗ്രാമങ്ങൾ സ്പെയിൻകാർക്ക് വേഗത്തിൽ എത്തപ്പെടുവാനായിട്ട് പ്രയാസമുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റി മാറ്റി സ്ഥാപിച്ചു. വനത്തിന്റെ മറവിലും മലമുകളിലും മറഞ്ഞിരിക്കുന്ന കോട്ടകൾ നിർമ്മിച്ചു. അവിടേക്ക് എത്തപ്പെടുവാനായിട്ട് ശത്രുക്കൾക്ക് അത്ര എളുപ്പവുമല്ലായിരുന്നു. ഇത്തരം സുരക്ഷിതമായിട്ടുള്ള താവളങ്ങളിൽ വെച്ച് മാപൂച്ചെ നേതാക്കളും പോരാളികളും ഒത്തുകൂടുകയും അടുത്ത നീക്കങ്ങൾ ആസൂത്രണം ചെയ്യുകയും ചെയ്തു. ഈ പോരാട്ടം നീണ്ടുപോയപ്പോൾ മറ്റൊന്നുകൂടി സംഭവിച്ചിരുന്നു.
മാപ്പൂച്ച ജനത സ്പാനിഷുകാരുടെ ആയുധങ്ങൾ പിടിച്ചെടുത്ത് അവ എങ്ങനെ ഉപയോഗിക്കാമെന്ന് പഠിക്കുവാൻ തുടങ്ങി. അങ്ങനെ തോക്കുകളും ഉരുക്കിന്റെ വാളുകളും അവരുടെ ആയുധത്തിന്റെ ഭാഗമായി. ഇതോടെ പോരാട്ടം ഏകദേശം സമനിലയിലായെന്ന് പറയാം. അവർക്ക് ഈ ആയുധങ്ങൾ സ്വയം നിർമ്മിക്കുവാനായിട്ട് അറിയില്ല എങ്കിലും അവ എങ്ങനെ വീണ്ടും ഉപയോഗിക്കാമെന്ന് വേഗത്തിൽ പഠിച്ചെടുത്തു. സ്പാനിഷുകാർ സദാസമയവും ജാഗ്രതയിലാണ് കഴിഞ്ഞത്. ആ വനം അവരെ അത്രയേറെ ഭയപ്പെടുത്തി. ഓരോ ആക്രമണത്തിന് ശേഷവും അടിക്കടി വനത്തിന്റെ ഉള്ളിലേക്ക് ഗ്രാമങ്ങളടക്കം മാറ്റി മാറ്റി പിന്മാറിയ ഈ ജനത സ്പാനിഷുകാരെ അപകടം പതിയിരിക്കുന്ന വന്യതയിലേക്ക് വലിച്ചടിച്ചു. കഠിനമായിട്ടുള്ള മാർച്ച് ചെയ്ത് അവർ അവശരായി. കാലാവസ്ഥ പോലും എതിരായിരുന്നു. കനത്ത മഴ മൺ റോഡുകളെ മുട്ടറ്റം താഴ്ന്ന ചെളിയാക്കി മാറ്റി. അതോടെ സൈന്യത്തിന്റെയും വിതരണ സംവിധാനങ്ങളുടെ നീക്കം മന്ദഗതിയിലായി. അറൗക്കോ യുദ്ധം അവരെ സംബന്ധിച്ച സഹനശക്തിയുടെ ഏറ്റവും വലിയ ഒരു അഗ്നി പരീക്ഷണമായിട്ട് മാറുകയായിരുന്നു. വളരെ കുറഞ്ഞ ജനസംഖ്യയും ഭക്ഷ്യവിഭവങ്ങളും ഉണ്ടായിട്ടും അവർ കീഴടങ്ങുവാനായിട്ട് കൂട്ടാക്കിയില്ല. സഹനശക്തി അവരുടെ ഏറ്റവും വലിയ ആയുധമായി. തീർച്ചയായിട്ടും ഇതിനിടയിൽ സ്പാനിഷുകാരുടെ അടുക്കൽ നിന്നും വലിയ വലിയ തിരിച്ചടികൾ അവർക്ക് കിട്ടുന്നുമുണ്ട്. ഓരോ തവണ പരാജയത്തിന്റെ രുചി അറിയുമ്പോഴും അതിനെ അതിജീവിക്കുവാനുള്ള പുതിയ പുതിയ തന്ത്രങ്ങളും അവർ മെനഞ്ഞു. ഈ പോരാട്ടത്തിന്റെ മുൻനിരയിൽ ഗാൽവർണോ ഉണ്ടായിരുന്നു. അംഗഭംഗം വന്ന ഒരു പരാജിതനിൽ നിന്നും കൈകൾക്ക് പകരം കത്തികളുള്ള യോദ്ധാവായി മാറിയ അവന്റെ പരിവർത്തനം മാപ്പൂച്ച ജനതയുടെ ആത്മവീര്യത്തെയാണ് കാണിച്ചത്. ഗാൽവർണയെ പോലെയുള്ള യോദ്ധാക്കൾ മുൻനിരയിൽ നിന്ന് നയിക്കുമ്പോൾ അവർക്ക് മുന്നും പിന്നും നോക്കുവാനില്ല. 1557 അവസാനത്തോടെ സ്പാനിഷുകാരും മാപ്പുച്ചയും തമ്മിലുള്ള പോരാട്ടം അതിന്റെ ഏറ്റവും മൂർധന്യത്തിലെത്തി. ഗവർണർ ഗാർസിയ ഹുറാഡ ഡി മെൻഡോസ സമീപകാലത്തുണ്ടായ പരാജയങ്ങളിൽ കോപിഷ്ഠനായി. സ്പാനിഷ് കിരീടത്തിന് മുന്നിൽ തന്റെ കഴിവും കൂറും തെളിയിക്കുവാൻ കഴിയാതെ നിൽക്കുന്ന സമയവുമാണത്. അതുകൊണ്ട് അയാൾ ഒരു തീരുമാനമെടുത്തു. മാപ്പൂച്ചെ ഗോത്രത്തിന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള പ്രതിരോധ മുഖത്ത് ആഞ്ഞടിക്കുക. അതുവഴി ഏറ്റവും ശക്തരായിട്ടുള്ള മാപ്പൂച്ച നേതാക്കളെയും പോരാളികളെയും എന്നേക്കുമായിട്ട് ഇല്ലാതാക്കുക. അതിനു വേണ്ടിയിട്ട് അയാൾ ഒരു പദ്ധതി തയ്യാറാക്കി. മാപ്പൂച്ചെ ഗോത്രത്തിലെ ഏറ്റവും കരുത്തരായിട്ടുള്ള പോരാളികൾ തമ്പടിച്ചിട്ടുള്ളത് മിലാപ്പ എന്ന സ്ഥലത്താണെന്ന് ചാരന്മാരിൽ നിന്ന് സ്പെയിൻകാർ മനസ്സിലാക്കി. അവിടെ ജനറൽ കൗലിക്കനടക്കം മറ്റ് പ്രമുഖ നേതാക്കളുമുണ്ട്. അവരിൽ ഗാൽവർണോയും ഉൾപ്പെടും. ഇതായിരുന്നു അവരുടെ ശക്തി കേന്ദ്രം. അവിടം തകർത്തു കഴിഞ്ഞാൽ പിന്നെ ആ ജനത തല പൊക്കില്ല. അതിനുവേണ്ടി മെൻഡോസയും കൂട്ടരും സർവ്വസന്നാഹത്തോടെ അവിടേക്കൊരു മാർച്ച് ചെയ്തു. ആ സൈന്യത്തിൽ ആയുധധാരികളായിട്ടുള്ള 1500 പോരാളികളും കുതിരപ്പടയും ഉണ്ടായിരുന്നു. അതേ സമയത്ത് മാപ്പൂച്ചെ യോദ്ധാക്കളുടെ എണ്ണം 3000 ആയിരുന്നു. പക്ഷേ അവരുടെ ആയുധങ്ങളിൽ കൂടുതലും മരവാളുകളും കുന്തങ്ങളും കല്ലുകൾ ചുഴറ്റി എറിയുന്ന സ്ലിങ്ങുകളുമായിരുന്നു. മിലാപ്പ് യുദ്ധം മാപ്പൂച്ചെ സ്പാനിഷുകാരും തമ്മിൽ നടന്ന ഏറ്റവും വലിയ പോരാട്ടങ്ങളിൽ ഒന്നായിരുന്നു. ശത്രുക്കൾ വരുന്നുണ്ട് എന്നറിഞ്ഞ മാപ്പുച്ചയും തയ്യാറെടുത്തു. അവർ തങ്ങളുടെ സ്ഥാനങ്ങൾ ശക്തിപ്പെടുത്തി. ചുറ്റുമുള്ള ഭൂപ്രദേശത്ത് നിരവധി കെണികൾ സ്ഥാപിച്ചു. കുന്തങ്ങളും കവണകളും വില്ലുകളും അതുപോലെ സ്പെയിൻകാരിൽ നിന്നും പിടിച്ചെടുത്ത ആയുധങ്ങളും എടുത്ത് അവർ തയ്യാറായി. മെൻഡോസയും കൂട്ടരും ഇത്തവണ എത്തിയത് പൂർണ്ണമായിട്ടും തയ്യാറായിട്ടാണ്. തിളങ്ങുന്ന കവചമണിഞ്ഞ പടയാളികൾ ശക്തരായിട്ടുള്ള പോർക്കുതിരകളിൽ മരണത്തിന്റെ ദൂതന്മാരെ പോലെ മാർച്ച് ചെയ്തു. അവരുടെ കൈവശം തോക്കുകളും ക്രോസ് ബോകളും ഉണ്ടായിരുന്നു. മെൻഡോസ അപ്പോഴും വിചാരിച്ചത് തന്റെ അച്ചടക്കമുള്ള സൈന്യം തങ്ങൾക്ക് അപരിചിതമായിട്ടുള്ള ഈ പ്രദേശത്ത് വെച്ച് ഈ യുദ്ധം ജയിക്കുമെന്നാണ്. എന്നാൽ വിചാരിച്ചതുപോലെയല്ല കാര്യങ്ങൾ നീങ്ങിയത്. അവർക്ക് ശക്തമായിട്ടുള്ള എതിർപ്പാണ് നേരിടേണ്ടി വന്നത്. മാപ്പൂച്ചെ സർവ്വശക്തിയും ഉപയോഗിച്ച് പോരാടി. പതിയിരുന്നുള്ള ആക്രമണങ്ങളും ഗറില്ല യുദ്ധമുറകളും സ്പാനിഷ് നിരകളെ ഛിന്നഭിന്നമാക്കി. ഗാൽവർണോ അവരെ മുൻപിൽ നിന്ന് നയിച്ചു. കത്തികൾ കെട്ടിയുറപ്പിച്ച അവന്റെ കൈകൾ സ്പാനിഷ് പടയാളികളെ അരിഞ്ഞു വീഴ്ത്തി. അവന്റെ സാന്നിധ്യം പോലും കൂടെയുള്ളവരിൽ വലിയ ആവേശമിതറി. ഈ പോരാട്ടം മണിക്കൂറുകളോളം നീണ്ടുപോയി. ഇരുവശത്തും കനത്ത നാശനഷ്ടങ്ങളുണ്ടായി. മാപ്പൂച്ചെ ഗോത്രം ഇതിനിടയിൽ അവർ സ്ഥാപിച്ച കെണികൾ നിറഞ്ഞ പ്രദേശത്തേക്ക് വളരെ തന്ത്രപൂർവ്വം പിൻവാങ്ങി. അതോടെ സ്പെയിൻകാർ അവിടേക്ക് പ്രവേശിക്കുവാനായിട്ട് നിർബന്ധിതരായി. ഇത്തരം കെണികളിൽപ്പെട്ട് പലരും മരിച്ചു വീണു. ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റിൽ അവരോട് പിടിച്ചു നിൽക്കുവാനായിട്ട് സ്പെയിൻകാർക്ക് ആദ്യമൊന്നും കഴിഞ്ഞില്ല. അതോടെ മെൻഡോസ യുദ്ധതന്ത്രമൊന്നും മാറ്റിപ്പിടിച്ചു. ഇതിനോടകം ചിതറിപ്പോയ സേനകളെ വീണ്ടും ഒന്നിപ്പിച്ചു. ഒരേ സമയം കാലാളും കുതിരപ്പടയും ആക്രമണം അഴിച്ചുവിട്ടു. തുറസായിട്ടുള്ള നിലങ്ങളിലുള്ള പോരാളികളെ കുതിരപ്പട വിജയകരമായിട്ട് തകർത്തു. അതേ സമയത്ത് ഒളി പോരാളികളെ നേരിടുവാനായിട്ട് വനത്തിലേക്ക് കാലാൾപ്പട കയറി. പിന്നെ അധിക സമയമെടുത്തില്ല. മാപ്പൂച്ചെ ഗോത്രത്തിന്റെ പ്രതിരോധങ്ങൾ മെല്ലെ മെല്ലെ തകരുവാൻ തുടങ്ങി. മസ്കറ്റ് തോക്കുകളുടെ നിരന്തരമായിട്ടുള്ള വെടിയൊച്ചകൾ എമ്പാടും ഉയർന്നു. പതുക്കെ പതുക്കെ യുദ്ധത്തിന്റെ ഗതി അവർക്ക് അനുകൂലമായി. ഒടുവിൽ മാപ്പൂച്ചെ പിന്മാറുവാനായിട്ട് തുടങ്ങി. അപ്പോൾ പോലും ഗാൽവർണോ പിന്മാറിയില്ല. അവൻ മുൻനിരയിൽ നിന്ന് വീണ്ടും പോരാടി. അവനെ സമീപിക്കുവാനായിട്ട് ധൈര്യപ്പെട്ട സ്പാനിഷ് പടയാളികൾ കഷ്ണം കഷ്ണങ്ങളായിട്ട് മുറിഞ്ഞു വീണു. പക്ഷെ ആ ധൈര്യത്തിന് അധികമൊന്നും ആയുസില്ലായിരുന്നു. ഇതിനോടകം ക്ഷീണിതരും
എണ്ണത്തിൽ കുറവുമുള്ള ആ മുൻനിര സേന പൂർണ്ണമായിട്ടും തകർക്കപ്പെട്ടു. മറ്റു പലരോടൊപ്പം ഗാൽവർണോയും പിടിക്കപ്പെട്ടു. അയാൾ രണ്ടാമതും മെൻഡോസയുടെ മുൻപിൽ കൊണ്ടുവരപ്പെടുകയാണ്. അപ്പോഴും അവൻ തല ഉയർത്തിപ്പിടിച്ചു നിന്നു. മെൻഡോസ ഒരു നിമിഷം ഒരുപക്ഷെ ഈ പോരാളിയുടെ ധൈര്യം കണ്ട് ആശ്ചര്യപ്പെട്ടിരിക്കണം. അതുകൊണ്ട് അയാൾ ഗാൽവർണോയ്ക്കൊരു സൗജന്യം നൽകി. നിന്റെ ജീവൻ എൻ്റെ കയ്യിലാണ്. എന്നോട് നീ കരുണ കാട്ടുവാനായിട്ട് അപേക്ഷിച്ചാൽ നിന്നെ ജീവനോടെ വിട്ടയക്കാമെന്ന് അയാൾ പറഞ്ഞു. പക്ഷെ ഗാൽവർണോ അത് ചെയ്തില്ല. ഉയർത്തിയ തല താഴ്ത്തിയുമില്ല. ചില റിപ്പോർട്ടുകളിൽ കാണുന്നത് ഇങ്ങനെയാണ്. അവൻ മെൻഡോസയോട് ധൈര്യമായിട്ട് ഇങ്ങനെ പറഞ്ഞു അത്രേ, തന്നെ ജീവനോടെ വിട്ടയച്ചാൽ വീണ്ടും യുദ്ധക്കളത്തിലേക്ക് മടങ്ങി പോരാട്ടം തുടരും. മെൻഡോസയെ താൻ തന്നെ വധിക്കും. മറിച്ച് താൻ കൊല്ലപ്പെട്ടാൽ എൻ്റെ ജനം എന്നെ ഓർത്ത് അഭിമാനിക്കും. അവർ എന്നേക്കാളും ശക്തരായിട്ട് മാറും. ആ വാക്കുകൾ പരാജയപ്പെട്ട ഒരു മനുഷ്യൻ്റെ അല്ലായിരുന്നു. ഒരു മാപ്പപേക്ഷയിൽ തൻ്റെ വിധി അയാൾക്ക് മാറ്റി എഴുതാമായിരുന്നു. ഒരേ ഒരു മാപ്പ്. എന്നാൽ അയാൾ അത് ചെയ്തില്ല. തൻ്റെ വിധി ഏറ്റുവാങ്ങിയ ഒരു യോദ്ധാവിൻ്റെ വാക്കുകളായിരുന്നു അത്. മെൻഡോസ ഉടൻ തന്നെ ഗാൽവർണോയെ വധിക്കുവാനായിട്ട് ഉത്തരവിട്ടു. അയാൾ അവനെ തനിക്കൊരു ഭീഷണിയായിട്ട് കണ്ടു. ഗാൽവർണോയെ എങ്ങനെയാണ് വധിച്ചത് എന്നതിനെക്കുറിച്ചും രണ്ടഭിപ്രായമുണ്ട്. ചിലർ പറയുന്നത് അവനെ തൂക്കിക്കൊന്നു എന്നാണ്. വേറെ ചിലരാകട്ടെ അവൻ്റെ കാലുകൾ 2 കുതിരകളിൽ കെട്ടുകയും പിന്നെ ആ കുതിരകളെ എതിർദിശയിലേക്ക് ഓടിപ്പിച്ച് അവനെ രണ്ടായിട്ട് വലിച്ചു കീറിയെന്നുമാണ്. അതിനുശേഷം ആ മൃതദേഹം കഷ്ണങ്ങളാക്കി നിരവധി മാപ്പൂച്ച ഗ്രാമങ്ങളിൽ കൊണ്ടുപോയിട്ട് വലിച്ചെറിഞ്ഞു എന്നുമാണ്. ഇതിൽ ഏതു തന്നെ ആയാലും അയാളുടെ മുഖത്ത് ഭയത്തിൻ്റെ യാതൊരു ലാഞ്ചനയും ഇല്ലായിരുന്നു. തൻ്റെ ജീവിതത്തെ താൻ നേരിട്ട അതേ ധൈര്യത്തോടെയാണ് അയാൾ മരണത്തെയും നേരിട്ടത്. കീഴടങ്ങുവാനോ തൻ്റെ മുഖത്ത് ഭയം കാണിക്കുവാനോ അവൻ വിസമ്മതിച്ചു. അങ്ങനെ തൻ്റെ ശത്രുക്കൾക്ക് സംതൃപ്തി നൽകേണ്ടതില്ല എന്നവൻ തീരുമാനിച്ചു. ഗാൽവർണോയുടെ മരണം ഒരു തുടക്കം മാത്രമായിരുന്നു. അയാളുടെ ദീർഘവീക്ഷണം വളരെ കൃത്യവുമായിരുന്നു. മാപ്പൂച്ചെ ഗോത്രത്തിൻ്റെ പ്രതിരോധം അവിടെ വെച്ച് അവസാനിച്ചില്ല. ആ യോദ്ധാവിൻ്റെ ധിക്കാരം അവരുടെ ചെറുത്തുനിൽപ്പിൻ്റെ മൂലക്കല്ലായിട്ട് മാറിയ കാഴ്ചയാണ് പിന്നീടുണ്ടായത്. ഭാവി തലമുറകളെ കോളനിവൽക്കരണത്തിനെതിരെ പോരാടുവാനായിട്ട് അവൻ്റെ മരണം വലിയൊരു പ്രചോദനമായി. മിലാപ്പ് വാറിൽ സ്പാനിഷുകാർ ജയിച്ചെങ്കിലും മാപ്പുച്ചകളെ കീഴടക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അറൗക്കോ വാർ വീണ്ടും നൂറ്റാണ്ടുകളോളം നീണ്ടുപോയി. ഗാൽവർണോയെ പോലെയുള്ള പ്രധാന നേതാക്കളുടെ മരണവും മിലാപ്പിൽ വെച്ച് നടന്ന പോരാട്ടത്തിൽ അവർക്കേറ്റ പരാജയവും അവരെ കീഴടങ്ങുവാനായിട്ട് പ്രേരിപ്പിക്കുമെന്ന് സ്പെയിൻകാർ വിചാരിച്ചു. എന്നാൽ അതിന് വിപരീതമാണ് സംഭവിച്ചത്. ഈ പരാജയവും നഷ്ടവും അവരുടെ പോരാട്ട വീര്യം വീണ്ടും വർദ്ധിപ്പിച്ചു. തുടർന്ന് ജനറൽ കൗലിക്കൻ സ്പാനിഷുകാർക്കെതിരെ ഗറില്ല യുദ്ധമുറകളുമായിട്ട് മുൻപോട്ട് പോയി. മാപ്പുച്ചകളുടെ പ്രദേശത്ത് സ്പാനിഷുകാർ കൂടുതൽ കോട്ടകളും സെറ്റിൽമെന്റുകളും സ്ഥാപിച്ചെങ്കിലും അതിന്റെ നിയന്ത്രണം നിലനിർത്തുവാനും അവിടെ സമാധാനം സ്ഥാപിക്കുവാനും അവർ പെടാപ്പാടുപെട്ടു. അവരുടെ യാത്രകളിലും ഒറ്റപ്പെട്ട കോട്ടകളിലും ഗറില്ല ആക്രമണങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. സ്പാനിഷ് ക്യാമ്പുകളിൽ രാത്രികാലത്ത് മാപ്പുച്ചകൾ ആക്രമണം അഴിച്ചുവിട്ടു. അവരുടെ സെറ്റിൽമെന്റുകൾ അഗ്നിക്കിരയാക്കി. സ്പെയിൻ ഈ സംഘർഷം ഒതുക്കുവാനായിട്ട് ധാരാളം പണം ചെലവഴിച്ചു. ഒന്നും വിജയിച്ചില്ല. വടക്കുള്ള കേന്ദ്രീകൃതമായിട്ടുള്ള ഇൻകാ സാമ്രാജ്യം കീഴടക്കുവാനായിട്ട് അവർക്ക് വലിയ പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ ഒറ്റപ്പെട്ട ഗോത്രങ്ങൾ ഉയർത്തിയ വെല്ലുവിളി അത് വളരെ വലുതായിരുന്നു. അതിന് കാരണം ഇവർ പല മൂപ്പന്മാരുടെ കീഴിലുള്ള നിരവധി ഗോത്രങ്ങളായതുകൊണ്ടാണ്. ഒരു നേതാവ് വീണാലും മറ്റൊരാൾ ആ സ്ഥാനം ഏറ്റെടുക്കുവാനായിട്ട് ഉയർന്നു വരും. ആ നേതാവിൻ്റെ കീഴിൽ പൂർവാധികം ശക്തമായിട്ട് അവർ പ്രതിരോധിക്കും. അതുകൊണ്ട് അവരെ തളർത്തുവാനായിട്ട് ആർക്കും കഴിഞ്ഞില്ല. പക്ഷേ കോളനി വൽക്കരണത്തിൻ്റെ കൊടുങ്കാറ്റിനെ താൽക്കാലികമായിട്ട് അതിജീവിക്കുവാനായിട്ട് അവർക്ക് സാധിച്ചുവെങ്കിലും അതിനെ പൂർണ്ണമായിട്ടും തടഞ്ഞു നിർത്തുവാൻ അവർക്കും കഴിഞ്ഞില്ല. അറൗക്കോ വാർ ഔദ്യോഗികമായിട്ട് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ അവസാനിച്ചു. പക്ഷേ മാപ്പൂച്ച ജനത തങ്ങൾക്ക് സ്വയം ഭരണം വേണമെന്ന വാദമുയർത്തി വീണ്ടും രംഗത്ത് വന്നു. ഇന്നും അവർ തലയെടുപ്പും അഭിമാനവുമുള്ള ഒരു ഗോത്ര ജനതയാണ്. നൂറ്റാണ്ടുകൾ നീണ്ടുപോയ കോളനി വൽക്കരണവും അടിച്ചമർത്തലും ഉണ്ടായിട്ടും തങ്ങളുടെ സംസ്കാരവും ഭാഷയും പാരമ്പര്യങ്ങളും അവർ കൈവിട്ടില്ല. അത് ഇപ്പോഴും നിലനിൽക്കുന്നു. ഗാൽവർണോ എന്ന പോരാളിയുടെ കഥ അവരുടെ കുട്ടികൾ ഇന്നും പാഠപുസ്തകങ്ങളിൽ പഠിക്കുന്നു. തലമുറകൾ അത് ഏറ്റുപാടുന്നു. നൂറ്റാണ്ടുകൾ നീണ്ടുപോയ അവരുടെ പ്രതിരോധം തെളിയിച്ചത് ഏറ്റവും ശക്തമായിട്ടുള്ള സാമ്രാജ്യത്തെ പോലും നിശ്ചയദാർഢ്യവും ഐക്യവുമുള്ള ഒരു ജനതയ്ക്ക് നിസ്സാരമായിട്ട് വെല്ലുവിളിക്കുവാനായിട്ട് കഴിയുമെന്നാണ്. ഗാൽവർണോ കൊല്ലപ്പെട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ അയാൾക്ക് മരണമില്ല. കാരണം മുറിഞ്ഞുപോയ കൈകൾ കൊണ്ടല്ല അവൻ പോരാടിയത്, തൻ്റെ ഹൃദയം കൊണ്ടാണ്. ചിലിയൻ നാഷണൽ മ്യൂസിയത്തിൽ പോയാൽ ഇന്നും തലയെടുപ്പോടെ നിൽക്കുന്ന ഒരു യോദ്ധാവിൻ്റെ രൂപം നിങ്ങൾക്ക് കാണാം. ആ രൂപത്തിന് കൈകളില്ല. അതിൻ്റെ സ്ഥാനത്ത് അധിനിവേശത്തിനെതിരെ ഉയർന്ന വാളുകളാണ്. അദ്ദേഹത്തിൻ്റെ ബഹുമാനാർത്ഥം ചിലിയൻ ഗവൺമെൻറ് അവരുടെ ഒരു ടാങ്ക് യൂണിറ്റിന് ഗാൽവർണോ എന്ന പേരാണ് നൽകിയത്. കഴിഞ്ഞ 2021 മാപ്പുച്ചെ നേതാവായ മിച്ചല ഫ്രിയ ഇങ്ങനെ പറഞ്ഞു: ഞങ്ങളുടെ സിരകളിൽ ഒഴുകുന്ന രക്തത്തിൽ ഗാൽവർണോയുടെ ആത്മാവ് ഇന്നും ജീവിക്കുന്നു.
അവന് മരണമില്ല. ഈ കഥ ഇവിടെ തീരുകയാണ്. അതോടൊപ്പം നിങ്ങൾക്ക് ഒരു ടാസ്കും കൂടി തരികയാണ്. നമ്മുടെ സിരകളിൽ ഇന്നും ഒരാൾ ജീവിക്കുന്നു എന്ന് ഉറപ്പിച്ച് പറയുവാൻ കഴിയുന്ന ഒരു ധീരന്റെ പേര് നമ്മുടെ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് കീഴെ കമൻറ്റ് ചെയ്യണം. കാരണം നിരവധി അധിനിവേശവും അടിച്ചമർത്തലും കോളനി വൽക്കരണവും ഇവിടെയും ഉണ്ടായിട്ടുണ്ട്.